നിങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് മനസ്സിൽ കണ്ട അവസാന ചിത്രം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ചിത്രം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടോ? ഈ ചോദ്യം നിസ്സാരമായി തോന്നാം, പക്ഷെ ഈ ചോദ്യത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഭീകരമായ ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. മിക്ക ആളുകളും രാത്രി കിടക്കയിൽ കയറുമ്പോൾ സ്വയം ഒരു ശവക്കുഴി കുഴിക്കുകയാണ്. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ഈ പ്രവൃത്തി നിങ്ങളുടെ അടുത്ത 5 വർഷത്തെ ജീവിതം തീരുമാനിക്കുന്നുണ്ടെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണെന്ന്. സത്യമതല്ല. നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ഒരു കമാൻഡ് കൊടുക്കാൻ പോവുകയാണ്. ആ കമാൻഡ് നിങ്ങളുടെ നാളെയുടെ നിർമ്മാതാവാണ്. ജോസഫ് മർഫി എന്ന മഹാനായ മനഃശാസ്ത്ര ചിന്തകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞതിതാണ്: ഉറങ്ങുന്നതിന് മുമ്പുള്ള അവസാന ചിന്ത നിങ്ങളുടെ വിധി എഴുതുന്ന പേനയാണ്. ഇത് വെറും തത്വചിന്തയല്ല. ഇത് നിങ്ങളുടെ ജീവിതം രഹസ്യമായി പ്രവർത്തിക്കുന്ന ഒരു മാനസിക യന്ത്രത്തിന്റെ പ്രവർത്തന തത്വമാണ്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ വേര് നിങ്ങൾ ഇന്നലെ രാത്രി ചിന്തിച്ച ഒരു ഭയത്തിലായിരിക്കാം. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗത്തിന്റെ തുടക്കം നിങ്ങൾ ഓരോ രാത്രിയും ഭയത്തോടെ സങ്കൽപ്പിച്ച ഒരു വേദനയിലായിരിക്കാം. നിങ്ങളുടെ പരാജയം നിങ്ങളുടെ ബോസ് തീരുമാനിച്ചതല്ല. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി ആ തീരുമാനം എപ്പോഴോ എടുത്തു കഴിഞ്ഞിരുന്നു. നിങ്ങളുടെ ശരീരം ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയുണ്ട്. രാത്രി കിടക്കയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ ബോധമനസ്സ് ക്ഷീണിതമാണ്. അതിന്റെ വാതിലുകൾ പതുക്കെ അടയുകയാണ്. ഈ സമയത്ത് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുകയോ ഭയക്കുകയോ സങ്കൽപ്പിക്കുകയോ ചെയ്താൽ അത് നേരിട്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അവിടെ വെച്ച് അതൊരു വിത്തായി മാറുന്നു. രാത്രി മുഴുവൻ നിങ്ങളുടെ ശരീരം ആ വിത്തിന് വളം വയ്ക്കുകയാണ്. നിങ്ങളുടെ ഹൃദയമിടിപ്പ് ആ വിത്തിന് നനവ് നൽകുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ ആ വിത്തിന് വെയിൽ നൽകുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ആ വിത്തിൽ നിന്ന് മുളച്ചുവന്ന ഒരു ചെടിയാണ്. ആ ചെടി നിങ്ങളുടെ ദിവസം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. അതിന്റെ മുള്ളുകൾ നിങ്ങളെ കുത്തും. അതിന്റെ വിഷം നിങ്ങളുടെ തീരുമാനങ്ങളിൽ കലരും. നിങ്ങൾ വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിങ്ങൾ പറയും, ഇന്ന് എന്തൊരു മോശം ദിവസമായിരുന്നു എന്ന്. പക്ഷെ ആ മോശം ദിവസം നിങ്ങൾ സൃഷ്ടിച്ചതാണ്. ഇന്നലെ രാത്രി കിടക്കയിൽ കിടന്ന് നിങ്ങളൊരു ചെറിയ ഭയത്തെ ഒരു ഭീമാകാരമായ യാഥാർത്ഥ്യമാക്കി മാറ്റിയതാണ്. ഇതാണ് രോഗലക്ഷണം. നിങ്ങളുടെ ജീവിതം ഒരു തകർന്ന റെക്കോർഡ് പോലെ അതേ ദുരന്തങ്ങൾ വീണ്ടും 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 ആവർത്തിക്കുന്നു. പുതിയ ബന്ധങ്ങളിൽ അതേ വിഷലിപ്തത, പുതിയ ജോലികളിൽ അതേ പരാജയഭീതി, പുതിയ അവസരങ്ങളിൽ അതേ സ്വയം നാശം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്നതെന്ന്. ഉത്തരം ലളിതമാണ്. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ ഭയത്തിന്റെ ഒരു അടിമയായി മാറിക്കഴിഞ്ഞു. ആ അടിമ നിങ്ങളുടെ ഉടമസ്ഥനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. ഈ അടിമത്തത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? ഉപബോധ മനസ്സ് യഥാർത്ഥവും സങ്കല്പവും തമ്മിൽ വേർതിരിച്ചറിയില്ല എന്നതാണ്. ഇതൊരു ഞെട്ടിക്കുന്ന ശാസ്ത്രീയ സത്യമാണ്. നിങ്ങളൊരു നാരങ്ങ കടിക്കുന്നത് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ വായിൽ ഉമിനീർ നിറയും. നാരങ്ങ അവിടെയില്ല. പക്ഷേ നിങ്ങളുടെ ശരീരം പ്രതികരിച്ചു. ഇതുപോലെയാണ് നിങ്ങൾ രാത്രി കിടക്കയിൽ കിടന്ന് ഭയാനകമായ സാഹചര്യങ്ങൾ സങ്കൽപ്പിക്കുമ്പോഴും. നിങ്ങളുടെ ശരീരം സ്ട്രെസ് ഹോർമോണുകൾ പുറത്തുവിടും. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടും. നിങ്ങളുടെ പേശികൾ മുറുകും. എല്ലാം ഒരു യഥാർത്ഥ ഭീഷണിയോട് പ്രതികരിക്കുന്നതുപോലെ. ഈ രാസപ്രവർത്തനങ്ങളുടെ ഒരു കടൽ നിങ്ങളുടെ ശരീരത്തിൽ രാത്രി മുഴുവൻ ഇരമ്പുകയാണ്. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ക്ഷീണിതനാണ്. നിങ്ങളുടെ പ്രതിരോധശേഷി കുറവാണ്. നിങ്ങളുടെ മാനസികാവസ്ഥ നെഗറ്റീവാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾ പുറംലോകത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ആകർഷിക്കുന്നത് നിങ്ങളുടെ ആന്തരിക അവസ്ഥയുമായി യോജിക്കുന്ന സംഭവങ്ങളെയാണ്. ഒരു ചെറിയ പ്രശ്നം വലുതായി തോന്നും. ഒരു നിസ്സാര ശബ്ദം അപമാനമായി തോന്നും. ലോകം നിങ്ങൾക്കെതിരാണെന്ന തോന്നൽ ബലപ്പെടും. ഇതാണ് വൈകാരിക നാശത്തിന്റെ പൂർണ്ണചക്രം. നിങ്ങളുടെ ജീവിതം ഒരു സ്വയം നിറവേറ്റുന്ന പ്രവചനമായി മാറുന്നു. പണത്തിന്റെ കാര്യത്തിൽ ഈ മാനസിക പ്രവർത്തനം എങ്ങനെയാണ് നിങ്ങളെ തകർക്കുന്നത്? നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കുറവാണ്. രാത്രി കിടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, എനിക്ക് പണം മതിയാകില്ല, ഞാൻ ഒരിക്കലും സാമ്പത്തികമായി സുരക്ഷിതനാകില്ല എന്നെല്ലാം. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ ചിത്രം ഒരു വസ്തുതയായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം ഒരു ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. എങ്ങനെ പണം നഷ്ടപ്പെടുത്താമെന്നല്ല, നിങ്ങളുടെ വിശ്വാസത്തിന് ചേർന്ന യാഥാർത്ഥ്യം എങ്ങനെ നിലനിർത്താം എന്നതാണ് ലക്ഷ്യം. നിങ്ങളൊരു ലാഭകരമായ നിക്ഷേപ അവസരം കാണും. പക്ഷേ അതിൽ അപകടം മാത്രമേ നിങ്ങൾ കാണൂ. നിങ്ങളൊരു പുതിയ ജോലി അവസരം കാണും. പക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇതെനിക്ക് നടക്കില്ല. നിങ്ങളൊരു ബിസിനസ് ആശയം കേൾക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സുടൻ പറയും, പണം നഷ്ടപ്പെടാനുള്ള വഴികൾ മാത്രം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ പ്രോഗ്രാമിംഗ് അതാണ്. ദാരിദ്ര്യമാണ് നിങ്ങളുടെ കംഫർട്ട് സോൺ. സമൃദ്ധി ഒരു ഭീഷണിയാണ്. ഈ ഭീഷണിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കുന്നു. നിങ്ങൾ അവസരം കാണുന്നില്ല, നിങ്ങൾ അപകടം മാത്രം കാണുന്നു. ഇതാണ് യഥാർത്ഥ ദാരിദ്ര്യം. ബാങ്ക് ബാലൻസിന്റെ കുറവല്ല, അവസരം കാണാനുള്ള കാഴ്ചയുടെ കുറവാണ്. ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
രാത്രിയിലെ ചിന്തകൾ നിങ്ങളുടെ ശരീരഭാഷയെ രൂപപ്പെടുത്തും. നിങ്ങൾ രാത്രി മുഴുവൻ ഭയവും ദേഷ്യവും വെറുപ്പും മനസ്സിൽ കൊണ്ടു നടന്നാൽ രാവിലെ നിങ്ങളുടെ മുഖം ഒരു യുദ്ധഭൂമി പോലെയായിരിക്കും. നിങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കാണില്ല. നിങ്ങളുടെ പുരികങ്ങൾ ചുളിഞ്ഞിരിക്കും. നിങ്ങളുടെ ചുമലുകൾ താഴ്ന്നിരിക്കും. നിങ്ങൾ ഒരു വാക്കുപോലും സംസാരിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ശരീരം ലോകത്തോട് പറഞ്ഞുകഴിഞ്ഞു, ഞാനൊരു പരാജിതനാണെന്ന്. ആളുകൾ ബോധപൂർവം അറിയുന്നില്ലെങ്കിലും അവരുടെ ഉപബോധമനസ്സ് ഈ സന്ദേശം വായിക്കും. അവർ നിങ്ങളിൽ നിന്ന് അകന്നുമാറും. നിങ്ങളോട് സംസാരിക്കാൻ മടിക്കും. നിങ്ങൾക്ക് അവസരങ്ങൾ നൽകാൻ മടിക്കും. പിന്നീട് നിങ്ങൾ കരുതും, ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ലെന്ന്. സത്യം മറിച്ചാണ്. നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടാത്തതിന്റെ ഊർജ്ജമാണ് അവർക്ക് തിരിച്ചുകിട്ടുന്നത്. രാത്രി നിങ്ങൾ ചെയ്യുന്ന സ്വയം വിമർശനം പകൽ നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലേക്ക് വിഷം പോലെ പരക്കുന്നു. നിങ്ങളൊരു നടക്കുന്ന വിഷവൃക്ഷമായി മാറുന്നു. സ്വാഭാവികമായും ആരും നിഴൽ പോലും പറ്റാതെ മാറി നിൽക്കും. ജോസഫ് മർഫി ഈ ദുരന്തത്തിൽ നിന്നുള്ള മോചനം നൽകുന്നത് ലളിതമായ ഒരു നിർദ്ദേശത്തിലൂടെയാണ്. എന്നാൽ ലളിതമെന്നത് എളുപ്പമെന്നല്ല. ഉറങ്ങുന്നതിനു മുമ്പുള്ള 5 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സ്വത്താണ്. ആ 5 മിനിറ്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതായി സങ്കൽപ്പിക്കുക. ഇത് ദിവാസ്വപ്നമല്ല. ഇതൊരു സൈബർനെറ്റിക് മെക്കാനിസമാണ്. നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഒരു ഗോൾ സീക്കിംഗ് ഉപകരണമുണ്ട്. അതിന് നിങ്ങളൊരു ലക്ഷ്യം നൽകിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭയങ്ങളെ ലക്ഷ്യമായി സ്വീകരിക്കും. ഒരു തെർമോസ്റ്റാറ്റ് പോലെയാണിത്. നിങ്ങൾ ദാരിദ്ര്യത്തിന്റെ താപനില സെറ്റ് ചെയ്താൽ നിങ്ങളുടെ മസ്തിഷ്കം ആ താപനില നിലനിർത്താൻ വേണ്ടത് ചെയ്യും. പക്ഷെ രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ആ തെർമോസ്റ്റാറ്റ് ഉയർത്താൻ പഠിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ കണ്ണടച്ച് ഒരു ചെക്ക് എഴുതുന്നത് സങ്കൽപ്പിക്കുക. ആ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയതായി സങ്കൽപ്പിക്കുക. ആ സന്തോഷം നിങ്ങൾ അനുഭവിക്കുക. ആശ്വാസം അനുഭവിക്കുക. സ്വാതന്ത്ര്യം അനുഭവിക്കുക. നിങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയ്ക്കുക. ഇത് വെറും ചിന്തയല്ല. ഇതൊരു വൈബ്രേഷനാണ്. ഒരു ആവൃത്തിയാണ്. ഈ ആവൃത്തി പ്രപഞ്ചത്തിലേക്ക് അയക്കുമ്പോൾ അതേ ആവൃത്തിയിലുള്ള യാഥാർത്ഥ്യം തിരികെ വരാൻ തുടങ്ങുന്നു. ഇത് മിസ്റ്റിസിസമല്ല. ഇത് ക്വാണ്ടം ഫിസിക്സിന്റെയും ന്യൂറോ സയൻസിന്റെയും സംഗമബിന്ദുവാണ്. എന്നാൽ ഇവിടെ ഒരു അപകടമുണ്ട്. മിക്ക ആളുകളും ഈ പ്രക്രിയ ചെയ്യുമ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്യുന്നു. അവർ വാക്കുകൾ മാത്രം ആവർത്തിക്കുന്നു. ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സന്തോഷവാനാണ്. പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ശബ്ദം മന്ത്രിക്കുന്നുണ്ടാകും, ഇത് കള്ളമാണ്, നീയൊന്നുമല്ല എന്ന്. ജോസഫ് മർഫി പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ വാക്കുകളെക്കാൾ നിങ്ങളുടെ വികാരങ്ങളെ കേൾക്കുന്നു. വികാരമാണ് ഭാഷ. വികാരമാണ് ഊർജ്ജം. വികാരമാണ് കമാൻഡ്. സമൃദ്ധിയുടെ വികാരം നിങ്ങൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടോ? അതോ സമൃദ്ധിയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ വികാരം മറയ്ക്കാൻ ശ്രമിക്കുകയാണോ? ഉപബോധ മനസ്സിനെ കബളിപ്പിക്കാൻ കഴിയില്ല. കാരണം അത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് വായിക്കും. രക്തസമ്മർദ്ദം വായിക്കും. പേശികളുടെ മുറുക്കം വായിക്കും. നിങ്ങൾ വാക്കുകൾ കൊണ്ട് വിശ്വസിക്കുന്നതായി നടിക്കുകയും എന്നാൽ ശരീരം കൊണ്ട് ഭയക്കുകയും ചെയ്താൽ ആ ഭയം തന്നെയാണ് യാഥാർത്ഥ്യമാകുക. ഇതാണ് പലരുടെയും പ്രാർത്ഥന പരാജയപ്പെടാനുള്ള കാരണം. പ്രാർത്ഥന യാചനയായിരുന്നു. അത് വിശ്വാസമായിരുന്നില്ല. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഉറങ്ങുന്നതിനു മുമ്പ് ചെയ്യേണ്ട ഒരു കൃത്യമായ രാത്രി പരിശീലനമുണ്ട്. അതിങ്ങനെയാണ്. ആദ്യം നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വിശ്രമിക്കുക. നിങ്ങളുടെ കാൽവിരലുകൾ മുതൽ തലയുടെ മുകൾ വരെ ഓരോ പേശികളെയും ബോധപൂർവം അയക്കുക. ശ്വാസം പതുക്കെയാക്കുക. ഇത് നിർണായകമാണ്. കാരണം ബോധമനസ്സിന്റെ PT അയക്കുന്നതിനുള്ള ഏക വഴി ശരീരത്തെ അയക്കുക എന്നതാണ്. രണ്ടാമതായി നിങ്ങളുടെ ദിവസത്തിലെ നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഇത് നിങ്ങളുടെ ശ്രദ്ധയെ കുറവിൽ നിന്ന് പൂർണ്ണതയിലേക്ക് തിരിക്കുന്നു. ഇത് നിങ്ങളുടെ വൈബ്രേഷൻ തൽക്ഷണം ഉയർത്തുന്നു. മൂന്നാമതായി നിങ്ങളുടെ ലക്ഷ്യം ഒരു ചെറിയ ചിത്രമായോ ഒരു ചെറിയ വാചകമായോ മനസ്സിൽ കൊണ്ടുവരിക. ആ ചിത്രം യാഥാർത്ഥ്യമായതായി സങ്കൽപ്പിക്കുക. അതിന്റെ സന്തോഷം, സമാധാനം, ആശ്വാസം എന്നിവ നിങ്ങളുടെ നെഞ്ചിൽ ഒരു ചൂടുപോലെ അനുഭവിക്കുക. ആ വികാരത്തിൽ ലയിച്ചുറങ്ങാൻ ശ്രമിക്കുക. ഇതാണ് ജോസഫ് മർഫി പഠിപ്പിച്ച രാത്രി മനസ്സിന്റെ രഹസ്യം. ഇതൊരു മാന്ത്രിക വിദ്യയല്ല. ഇത് നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ പ്രോഗ്രാമിംഗ് ഭാഷ പഠിക്കലാണ്. ഇതൊരു രാത്രി കൊണ്ട് ഫലം കാണണമെന്നില്ല. പക്ഷേ ഈ പരിശീലനം 1 മാസം തുടർച്ചയായി ചെയ്താൽ ഒരു കാര്യം ഉറപ്പാണ്. നിങ്ങളുടെ രാവിലത്തെ ചിന്ത മാറും. രാവിലത്തെ ചിന്ത മാറിയാൽ നിങ്ങളുടെ പ്രവർത്തനം മാറും. പ്രവർത്തനം മാറിയാൽ ഫലം മാറും. ഇതാണ് യഥാർത്ഥ ആകർഷണ നിയമം. ഇത് ആകാശത്ത് നിന്ന് അത്ഭുതങ്ങൾ വീഴുന്നതിനായി കാത്തിരിക്കുന്നതല്ല. ഇത് നിങ്ങളുടെ ആന്തരിക ലോകത്തെ അത്ഭുതകരമായി പുനർനിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ്. ഇന്ന് രാത്രി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ പഴയതുപോലെ നിങ്ങളുടെ ഭയങ്ങളെ എണ്ണിക്കൊണ്ട് ഉറങ്ങാൻ പോകുമോ? അതോ ഈ രാത്രിയെ ഒരു പുതിയ തുടക്കമാക്കി മാറ്റുമോ? നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. നിങ്ങൾ രാത്രിയിൽ അതിലെന്ത് വിത്താണോ നടുന്നത്, അതാണ് നിങ്ങളുടെ നാളത്തെ ജീവിതത്തിൽ വിളയുക. നിങ്ങൾ കളവിത്തുകൾ നട്ടാൽ കളകൾ വളരും.
നിങ്ങളൊന്നും നട്ടില്ലെങ്കിൽ കാറ്റ് പറത്തുന്ന കളകൾ അവിടെ വേരുറയ്ക്കും. പക്ഷേ നിങ്ങൾ ബോധപൂർവം സ്വപ്നങ്ങളുടെ വിത്തുകൾ നടാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം ഒരു പൂന്തോട്ടമായി മാറും. നിങ്ങളുടെ യഥാർത്ഥ ശത്രു പുറത്തല്ല. നിങ്ങളുടെ യഥാർത്ഥ ശത്രു രാത്രിക്കിടക്കയിൽ നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്ന ആ പഴയ ഭയത്തിന്റെ ശബ്ദമാണ്. ആ ശബ്ദത്തെ നിശബ്ദമാക്കുക, അല്ലെങ്കിൽ മറ്റൊരു ശബ്ദം കൊണ്ട് അതിനെ മൂടിക്കളയുക. സ്വന്തം വിജയത്തിന്റെ കഥ സ്വയം പറയുന്ന ഒരു ശബ്ദം. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ വിശ്വസ്തദാസനാണ്. പക്ഷേ അതിന് സ്വന്തമായി ചിന്തിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്ത് ഉത്തരവിടുന്നുവോ അത് നിർവഹിക്കും. ദാരിദ്ര്യം ഉത്തരവിട്ടാൽ ദാരിദ്ര്യം നൽകും. സമൃദ്ധി ഉത്തരവിട്ടാൽ സമൃദ്ധി നൽകും. തെരഞ്ഞെടുപ്പ് എന്നും നിങ്ങളുടേതാണ്. ആ തെരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ വിധി. ജോസഫ് മർഫിയുടെ ഏറ്റവും വലിയ പാഠം അത്ഭുതങ്ങളെക്കുറിച്ചല്ല, അത് അനന്തമായ സാധ്യതകളുടെ ഉറവിടമായ നിങ്ങളുടെ സ്വന്തം മനസ്സിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യമാണ്. ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഏറ്റവും വലിയ സംഭാഷണം മറ്റാരുമായല്ല. ഓരോ രാത്രിയും നിങ്ങളുടെ ഉപബോധ മനസ്സുമായി നിങ്ങൾ നടത്തുന്ന ഈ നിശബ്ദ സംഭാഷണമാണ്. നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് എന്താണ് പറയാൻ പോകുന്നത്?